നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഷൊർണൂർ ആറാണിയിൽ. ഒറ്റപ്പാലത്ത് പ്രീ പ്രൈമറി അധ്യാപകരുടെ ജില്ലാ കലോത്സവം. രാഗമാലിക സംഘടിപ്പിച്ചത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷൻ. കേരളത്തിൽ ബ്ലേഡ് മാഫിയ വീണ്ടും പിടിമുറുക്കുകയാണെന്ന് ജനകീയ ഐക്യവേദി. ഏറ്റവും കൂടുതൽ ഇരകൾ പാലക്കാട് ജില്ലയിൽ. പാലക്കാട്ട് ജനകീയ ഐക്യവേദി കൺവെൻഷൻ. കൊള്ളപ്പലിശ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ നടപടി വേണമെന്ന് സംഘടനാ ഭാരവാഹികൾ. പട്ടാമ്പി നേർച്ചയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ. നഗരത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ. ഞായറാഴ്ച പട്ടാമ്പിയിൽ ഗതാഗത നിയന്ത്രണം. നഗരപ്രദേശം CCTV നിരീക്ഷണത്തിൽ. വിവിധ ഉപകമ്മിറ്റികളുടെ ആഘോഷ പരിപാടികൾ തുടങ്ങി. മണ്ടൂർ പുള്ളാണ്ടിക്കുളം നവീകരിക്കും. കുളം നവീകരണത്തിന് സംസ്ഥാന ബഡ്ജറ്റിൽ 1 കോടി. സഫലമാകുന്നത് അരനൂറ്റാണ്ടായുള്ള ആവശ്യം. ആഹ്ലാദം പങ്കുവച്ച് കർഷകരും നാട്ടുകാരും. വാർത്തകൾ വിശദമായി. എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഷൊർണൂർ ആറാണിയിൽ ആരംഭിച്ചു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സംസ്ഥാന കൗൺസിൽ മീറ്റും നടക്കും. ശനിയാഴ്ച രാവിലെ സമ്മേളന നഗരിയിൽ സംസ്ഥാന പ്രസിഡന്റ് A. രാജേഷ് കുമാർ പതാക ഉയർത്തി. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. A. രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ മനോജ് ജോസ് സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, പട്ടാമ്പി നഗരസഭാ കൗൺസിലർ സാജിദ്, സംഘടനാ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി D. ഹരികുമാർ, ജതീന്ദ്രൻ കുന്നോത്ത്, VP മൂന്നാസ്, GP പ്രശോഭ് കൃഷ്ണൻ, EM ഹരി, സൺഷൈൻ, VR ഷിബു, VK റഹീം, രവിശർമ്മൻ, VS അനിൽകുമാർ, വഹാബ് കുന്നിക്കോട്, KTA ജബ്ബാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി നേർച്ചയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ. നിയമം കർശനമായി പാലിക്കുമെന്നും സുരക്ഷയിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും പോലീസ് അറിയിച്ചു. 60ഓളം ആനകൾ നേർച്ചയിലെ ഗജമേളയ്ക്കെത്തും. മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയാണ് പട്ടാമ്പി നേർച്ച. 111 വർഷമായി പിന്തുടർന്നു പോരുന്ന പാരമ്പര്യം. ജാതി, വർഗ, വർണ്ണ, രാഷ്ട്രീയ ഭേദമില്ലാതെ ദേശക്കാരാകെ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന നേർച്ചയെ വരവേൽക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചത്. വിദേശികളടക്കം 10,000 ഒഴുകിയെത്തുന്ന നാടിന്റെ ഉത്സവമായി പട്ടാമ്പി നേർച്ച മാറിക്കഴിഞ്ഞു. 2 ദിവസത്തെ ആഘോഷമാണ് നടക്കുന്നത്. ഇതിനായി കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 9-ാം തീയതിയാണ് കൊടിയേറ്റം. അതുപോലെ തന്നെ നഗരപ്രദക്ഷിണം, മതസൗഹാർദ്ദ നഗരപ്രദക്ഷിണ ഘോഷയാത്ര നടക്കുന്നുണ്ട്. ഏതാണ്ട് 50ഓളം ഗജവീരന്മാർ അണിനിരക്കുന്ന പട്ടാമ്പി നേർച്ച കേരളത്തിലെ നേർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട നേർച്ചയാണ്. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട വള്ളുവനാടൻ തനിമ ഉൾക്കൊള്ളുന്ന ഉത്സവമാണ് പട്ടാമ്പി നേർച്ച. നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന പട്ടാമ്പി നേർച്ചയ്ക്കൊപ്പം ഉല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കും എക്സിബിഷനും ഉൾപ്പെടെ ഒരുങ്ങിക്കഴിഞ്ഞു. ക്രമസമാധാന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. സുരക്ഷയുടെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലാകെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഉത്സവം ഇൻഷൂർ ചെയ്യാനും തീരുമാനമുണ്ട്. പട്ടാമ്പി 111 നേർച്ചയ്ക്ക് പങ്കെടുക്കുന്ന 45 പരം ഉപഹാസ കമ്മിറ്റികളും അതിൽ കൂടുതൽ ആനകളും അതിലുപരി എക്സിബിഷൻ പരിപാടി തുടങ്ങാറായി. നാളെ മുതൽ അത് ഓപ്പണിംഗ് ആണ്. പിന്നെ ഗാനമേള ഉണ്ടാവും. അതേപോലെ ഒപ്പന, ദഫുമുട്ട്, പല പരിപാടികളും ഇപ്രാവശ്യം പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടാവും. നല്ല രീതിയിൽ കമ്മിറ്റിക്കാർ എല്ലാ പരിപാടിയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 45ഓളം ഉപ ആഘോഷ കമ്മിറ്റികളുടെ 60ലധികം ഗജവീരന്മാർ എത്തുന്നതോടെ പട്ടാമ്പി ആന നഗരമായി മാറും. ആവേശം അലതല്ലി നടക്കുന്ന ഘോഷയാത്രയോടെ പട്ടാമ്പിക്കാരുടെ 1 കൊല്ലത്തെ കാത്തിരിപ്പിന് പരിസമാപ്തിയാകും. 112ാം നേർച്ചാഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാവും പിന്നീട് പട്ടാമ്പിക്കാർ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നേർച്ചയോടനുബന്ധിച്ച് ഞായറാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. രാവിലെ 10 മണി മുതൽ രാത്രി 9:30 വരെയാണ് ക്രമീകരണമെന്ന് പട്ടാമ്പി പോലീസ് അറിയിച്ചു. പട്ടാമ്പി നേർച്ചയോടനുബന്ധിച്ച് 9 രാവിലെ 10 മണി മുതൽ രാത്രി 9:30 വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തൃത്താല കൊപ്പം ഭാഗത്തു നിന്ന് മുതുതല വെള്ളിയാങ്കല്ല് വഴി ഗുരുവായൂർ ഭാഗത്തേക്ക് പോകണം. വളാഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൊപ്പം ഭാഗത്തു നിന്ന്
മുളയൻകാവ് വല്ലപ്പുഴ വഴി പാലക്കാട് ഭാഗത്തേക്ക് പോവേണ്ടതാണ്. പാലക്കാട്ട് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ഭാഗത്തു നിന്ന് കൈലിയാട് മുളയൻകാവ് വല്ലപ്പുഴ വഴിയാണ് പോകേണ്ടത്. പാലക്കാട്ട് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്കുള്ള വണ്ടികൾ കുളപ്പുള്ളി ഭാഗത്തു നിന്ന് ചെറുതുരുത്തി പള്ളം കൂട്ടുപാത വഴി ഗുരുവായൂർ ഭാഗത്തേക്ക് പോകേണ്ടതാണ്. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള വാഹനങ്ങൾ കൂട്ടുപാത വഴി ചെറുതുരുത്തി പള്ളം റൂട്ടിലൂടെ പാലക്കാട്ടേക്ക് പോകേണ്ടതാണ്. ഗുരുവായൂരിൽ നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൂറ്റനാട്ട് നിന്ന് തൃത്താല വെള്ളിയാങ്കല്ല് വഴിയാണ് പോകേണ്ടത്. പട്ടാമ്പി മെയിൻ റോഡിലൂടെ 9-ന് രാവിലെ 10 മണി മുതൽ രാത്രി 9:30 വരെ യാതൊരു കാരണവശാലും വാഹനങ്ങൾ കടന്നുപോകാൻ അനുവദിക്കുന്നതല്ലെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നേർച്ചയോടനുബന്ധിച്ച് ഞാങ്ങാട്ടി ടീം മേക്കാടൻ വിപുലമായ ആഘോഷങ്ങൾ തുടങ്ങി. 3 ദിവസത്തെ പ്രാദേശിക ആഘോഷമാണ് ടീം മേക്കാടൻ ഒരുക്കിയിട്ടുള്ളത്. ടീം മേക്കാടന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഞാങ്ങാട്ടിയിൽ വോയിസ് ഓഫ് പാലക്കാട്, CPR ബാൻഡ് മൂവാറ്റുപുഴ എന്നീ ടീമുകളുടെ സംയുക്ത ബാൻഡ് വാദ്യം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. ഗസൽ കാവാലി ടീമിന്റെ ഗാനസന്ധ്യയുമുണ്ടായി. ഇശൽ മറിയ ടീം അവതരിപ്പിക്കുന്ന അർബന, സ്റ്റിക് ഡാൻസ്, സൂഫി ഡാൻസ്, ദഫ് എന്നിവയും നടക്കും. ഞായറാഴ്ച 100 കണക്കിന് ചെറുപ്പക്കാർ അണിനിരക്കുന്ന ഘോഷയാത്രയും സംഘടിപ്പിക്കും. ആനയുടെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയോടെയായിരിക്കും ഘോഷയാത്രയെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള സ്റ്റേറ്റ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷൻ രാഗമാലിക 2K25 സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം LSN GHSSൽ നടന്ന പ്രീ പ്രൈമറി അധ്യാപകരുടെ ജില്ലാ കലോത്സവം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ KSPPTA ജില്ലാ പ്രസിഡന്റ് ലീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ ചെയർപേഴ്സൺ K ജാനകിദേവി, സ്വാഗത സംഘം ചെയർമാൻ S കൃഷ്ണദാസ്, ജനറൽ കൺവീനർ K പ്രഭാകരൻ, KSTA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MR മഹേഷ് കുമാർ, L ഉമാമഹേശ്വരി, ജില്ലാ നിർവാഹക സമിതി അംഗം PM വെങ്കിടേശ്വരൻ, സബ് ജില്ലാ പ്രസിഡന്റ് സുജീഷ്, KSPPTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K ലീല, ജില്ലാ സെക്രട്ടറി P രാധിക, ട്രഷറർ V സുമതി എന്നിവർ സംസാരിച്ചു. ആ പ്രഭാകരൻ മാഷാണ് ഒറ്റപ്പാലത്ത് നിങ്ങളുടെ ഈ കലാമേള നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത ആൾ. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ മേള വിജയകരമായി നടത്തുന്നതിന് നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. കൂടെ വെങ്കടേശ്വര മാഷുമുണ്ട്, ഒറ്റപ്പാലം സബ് ജില്ലാ കമ്മിറ്റിയുമുണ്ട്. ഒറ്റപ്പാലത്ത് നേതൃത്വം കൊടുക്കുന്ന പ്രഭാകരൻ മാഷ് ആത്മാഭിമാനത്തോടെയാണ് ഈ സർവീസിൽ നിന്നും പടിയിറങ്ങുന്നത്. കലോത്സവം, സ്കൂൾ കലോത്സവം നടത്തി വിജയിപ്പിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി അധ്യാപക കലോത്സവം നടത്തി വിജയിപ്പിക്കും. അതിന് മാഷിന്റെ അഭിനന്ദനം കൂടെ കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനം. 10 ഇനങ്ങളിലായി 350ഓളം പ്രീ പ്രൈമറി അധ്യാപകർ മത്സരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അരനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ മണ്ണൂർ പുല്ലാണ്ടിക്കുളത്തിന് ശാപമോക്ഷമാകുന്നു. കുളം നവീകരിക്കാൻ ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തി. സന്തോഷം പങ്കിട്ട് കർഷകരും നാട്ടുകാരും. മങ്കര NS ഹാളിന് പിറകുവശത്തായിട്ടാണ് കാട് മൂടി കുളം കിടക്കുന്നത്. 1.5 ഏക്കറോളം വ്യാപ്തിയുള്ള കുളം പുല്ലും കാടും നിറഞ്ഞ് കുളം തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. 4 മാസങ്ങൾക്ക് മുൻപാണ് കുളത്തിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി STV വാർത്തയാക്കിയിരുന്നു. 10 വർഷം മുൻപ് വരെ പ്രദേശത്തുകാർ ഇവിടെ കുളിക്കാനും അലക്കാനും എത്തിയിരുന്നു. ഈ സാങ്ഷനായ ടെൻഡെന്ന് കണ്ടു. പക്ഷേ ആ പൈസ കൊണ്ട് വേഗം തന്നെ ഇവിടെ ഈ കുളവും അതിന് പരിസരങ്ങളും വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് വന്ന് കുളിക്കുവാനും മറ്റുള്ള ജലസേചന സൗകര്യം ഉൾപ്പെടുത്തുവാനും സാധിക്കും. കാരണം ഇതിനു മുമ്പ് പണ്ട് കാലത്ത് ഈ കുളത്തിൽ പല ഇടത്തിൽ നിന്നും വേനൽക്കാലമായ എവിടെയും വെള്ളമില്ല. ഈ കുളത്തിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചാണ് പല മങ്കര, കണ്ണമ്പുരാരം, വെള്ള റോഡ്, പിന്നെ പേഴുകാട്, അതായത് പിന്നെ അഞ്ചുമൂർത്തി, ഇവിടെ നിന്നുള്ള ആളുകൾ വന്ന് കുളിച്ചു പോയിക്കൊണ്ടിരുന്നത്. കാടുയർന്നതോടെ കുളിക്കുവാനായി ആരും വരാറില്ല. പ്രദേശത്തെ കാർഷിക മേഖലയ്ക്കും കുളത്തിലെ വെള്ളമായിരുന്നു ആശ്രയം. ഉപയോഗശൂന്യമായി കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. പല പ്രാവശ്യം
ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ച് പഞ്ചായത്ത് വികസന സമിതിയിലും അതുപോലെ തന്നെ എല്ലാ മീറ്റിങ്ങുകളിലും നമ്മളും പറയാറുണ്ട് കർഷകരായിട്ട്. എന്തായാലും എപ്പോഴെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നു എന്നറിഞ്ഞതിൽ ഇവിടെയുള്ള ആളുകളെല്ലാം വളരെ സന്തുഷ്ടരാണ്. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത, വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ എന്നിവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി MLAക്ക് നിവേദനം നൽകിയതിനെ തുടർന്നാണ് ബജറ്റിൽ ഉൾപ്പെടുത്താനിടയായത്. കുളം നവീകരിച്ച് ചുറ്റും നടപ്പാത നിർമ്മിച്ച് നീന്തൽ പരിശീലനക്കുളമാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിതയും വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളത്തിൽ ബ്ലേഡ് മാഫിയ വീണ്ടും പിടിമുറുക്കുകയാണെന്ന് ജനകീയ ഐക്യവേദി. ബ്ലേഡ് മാഫിയയുടെ ഭീഷണി മൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണെന്നും പാലക്കാട് നടന്ന ഐക്യവേദി കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. ബ്ലേഡ് മാഫിയയുടെ ഭീഷണി മൂലം ആത്മഹത്യ ചെയ്യുന്നവരിൽ ലോകത്ത് 3-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിൽ 3-ാം സ്ഥാനം കേരളത്തിലാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ജനകീയ ഐക്യവേദി പ്രസിഡന്റ് ഷൈജു ചൂണ്ടിക്കാട്ടി. നീതിപാലകരുടെയും രാഷ്ട്രീയ ഉന്നതരുടെയും കൂട്ടുകെട്ടിലാണ് ബ്ലേഡ് മാഫിയ അക്രമം അഴിച്ചുവിടുന്നതെന്നും ഷൈജു ആരോപിച്ചു. ഒരു വർഷം മരിക്കുന്നതെങ്കിൽ ലോകത്തൊട്ടാകെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 7,20,000 പേരാണ്. ഈ 7,20,000 പേരിൽ നമുക്ക് ഇന്ത്യക്ക് മരണങ്ങളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണ് ലോകത്തിൽ. അതേപോലെ തന്നെ ഇന്ത്യയിലെ മരണങ്ങളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനമാണ് കേരളത്തിൽ. ഈ കൊച്ചു കേരളത്തിൽ ഈ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ ഇത്തരമൊരു വേദി സംഘടിപ്പിക്കാൻ ഇവിടുത്തെ ജനകീയ ഐക്യവേദിയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ഷൈബ മുരളീദാസും ദിലീപ് ചിറ്റൂരും തയ്യാറായിട്ടുണ്ട്. ജനകീയ ഐക്യവേദി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ദിലീപ് ചിറ്റൂർ അധ്യക്ഷത വഹിച്ചു. നിഹാരിക മുഖ്യപ്രഭാഷണം നടത്തി. ഷൈബ മുരളീദാസ്, നൌഫിയ നസീർ, രഘുനാഥ്, അക്ഷയ, രാമചന്ദ്രൻ, ഡോക്ടർ AB പ്രതീഷ്, മനു പൊൽപ്പുള്ളി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നട്ടുപിടിപ്പിച്ച കരിമരത്തൈകൾ തീപിടുത്തത്തിൽ നിന്നും സംരക്ഷിക്കാൻ ജാഗ്രതയിലാണ് കല്ലൂർ ബാലൻ. തീപിടിക്കാൻ സാധ്യതയുള്ള പുൽക്കാടുകൾ വെട്ടിമാറ്റുന്ന തിരക്കിലാണ് വനമിത്ര അവാർഡ് ജേതാവ് കൂടിയായ കല്ലൂർ ബാലൻ. പറളയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്ക്. കരിമ്പനനാടിന്റെ പ്രതാപം തിരിച്ചുപിടിക്കാൻ വനമിത്ര അവാർഡ് ജേതാവ് കല്ലൂർ ബാലൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ജില്ലയിലെ മേഖലകളിലും പുറംപോക്ക് സ്ഥലങ്ങളിലും വ്യാപകമായി കരിമ്പനകൾ നട്ടുപിടിപ്പിക്കൽ യജ്ഞവുമായി ഏറ്റെടുത്തിരിക്കുകയാണ് കല്ലൂർ ബാലൻ. ബാലന്റെ കരിമ്പന യജ്ഞത്തിന് സർവ്വ പിന്തുണയും സഹായവുമായി പ്രവാസി വ്യവസായിയും ഇറാൻ ഗ്രൂപ്പ് MDയുമായ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദും ഒപ്പമുണ്ട്. ജില്ലയിലൊട്ടാകെ 10 ലക്ഷം തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് പദ്ധതി. ഇക്കഴിഞ്ഞ മഴക്കാലത്തും അതിനു മുമ്പും നട്ടുപിടിപ്പിച്ച കരിമ്പന തൈകൾ തീപിടുത്തത്തിൽ നിന്നും രക്ഷിക്കാൻ കല്ലൂർ ബാലൻ ജാഗ്രതയോടെ പ്രവർത്തന നിരതനാണ്. തീപടരാൻ സാധ്യതയുള്ള പുൽക്കാടുകൾ കരിമ്പന തൈകളുടെ ചുവട്ടിൽ നിന്നും വെട്ടിമാറ്റുന്ന തിരക്കിലാണ് ഇദ്ദേഹം. അയ്യർമല, ചുടിയൻമല തുടങ്ങി ജില്ലയിലെ എല്ലായിടങ്ങളിലും കരിമ്പനകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ശക്തമായ വെയിലുണക്കം ബാധിച്ച തൈകൾക്ക് വെള്ളമൊഴിച്ച് രക്ഷപ്പെടുന്നതിനും ബാലൻ നേതൃത്വം നൽകുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായുള്ള കേരളത്തിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി 1 കോടി വൃക്ഷം നട്ട് ഭൂമിയെ തളിർപ്പിക്കാനുള്ള ലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ 10 ലക്ഷം കരിമ്പനകൾ മാത്രമാണ് ഉള്ളത്. കരിമ്പനകളുടെ ചെലവ് സ്പോൺസർ ചെയ്ത് സിദ്ദീഖ് അഹമ്മദ് എന്ന ഒരു വലിയ വ്യവസായിയാണ്. ഇറാൻ മോട്ടോഴ്സിൻ്റെ സിദ്ദീഖ് അഹമ്മദ് സാറാണ് ഈ 10 ലക്ഷം കരിമ്പനകൾക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു തരുന്നത്. വാഹനം തന്നിട്ടുണ്ട്, തൈകൾ തന്നിട്ടുണ്ട്, അങ്ങനെ പോകുന്നു. മരം നടുക മാത്രമല്ല, അതിനെ സംരക്ഷിക്കാനാണ് ഏറെ ബുദ്ധിമുട്ടും സമയവും ചെലവഴിക്കുന്നത്. വേനൽക്കാലങ്ങൾ തീപിടിച്ച് കത്തി നശിച്ചു പോകാറുണ്ട്. അതിനിപ്പോൾ സംരക്ഷിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഞാൻ. മാത്രമല്ല കുടിവെള്ളം കൊടുക്കണം ചെടികൾക്ക്, അങ്ങനെ വലിയ തിരക്കിലാണ് പെട്ട് കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊടലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും പ്രതിഷ്ഠാദിന മഹോത്സവവും നടന്നു. നവജപ പ്രദക്ഷിണത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. കൊടലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിശേഷ ചടങ്ങുകളോടെയാണ് ദ്രവ്യകലശവും ദോഷപരിഹാര ക്രിയകളും നടന്നത്. ഇതോടൊപ്പം പ്രതിഷ്ഠാദിന മഹോത്സവവും നടന്നു. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് മന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു.
ക്ഷേത്രാങ്കണത്തിൽ കേളി അരങ്ങേറി. നാമജപ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി നടന്നുവന്ന ചടങ്ങുകൾക്ക് ഇതോടെ സമാപനമായി. ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കല്ലൂർ കല്ലമ്പക്ക ഭഗവതി ക്ഷേത്രത്തിലെ മാർച്ച് 7 മുതൽ 14 വരെ നടക്കുന്ന ദേശമേള മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു. വാദ്യകുലപതി കല്ലൂർ രാമൻകുട്ടിമാരാർ, വാദ്യപ്രവീൺ കല്ലൂർ നാരായണൻകുട്ടി ആശാന നോട്ടീസ് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് MK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ശിവാനന്ദൻ, MK സത്യനാരായണൻ, P ബാബു, രവി നെല്ലിക്കാട്, K മണികണ്ഠൻ, MV രമേശ്, PA രതീഷ് കുമാർ, പ്രേമൻ, M വിജയകുമാരി, ധന്യ മുരളി, CP സഹദേവൻ, V മുരളീധരൻ, AM അനിൽദാസ്, AK രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മാർച്ച് 7 മുതൽ 14 വരെ ദിവസവും വിവിധ പരിപാടികൾ നടക്കും. മാർച്ച് 7 വേലക്കൂറയിടൽ നടക്കുക. 8 രാത്രി ഭജനാമൃതം, 9 കൈകൊട്ടിക്കളി, 10 നാദലയ തരംഗം, 11 കൈകൊട്ടിക്കളി, 12 കരോക്കെ ഗാനമേള, 13 ബാലെ, 14 ദേശവേലയോടെ സമാപനമാകുമെന്ന് പ്രസിഡന്റ് MK വാസുദേവൻ പറഞ്ഞു. വേല കൂറിയിട്ടുണ്ട് തുടങ്ങി 14-ാം തീയതി ദേശവേലയോട് കൂടിയിട്ട് വിവിധ പരിപാടികളോട് കൂടിയിട്ട് ആഘോഷിക്കുകയാണ്. ഈ വേലാഘോഷത്തിൻ്റെ ഇടയിൽ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായിട്ടുള്ള പ്രതിഷ്ഠാദിന മഹോത്സവം 11-12 തീയതികളിൽ, മാർച്ച് 11-12 തീയതികളിൽ നടക്കുകയാണ്. വളരെ ഭാരിച്ച ഉത്തരവാദിത്വവും അതുപോലെ തന്നെ സാമ്പത്തിക ചെലവും ഉള്ളൊരു ആഘോഷ പരിപാടികൾ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും നൽകുവാനും നാട്ടിലെ ഓരോ നല്ലവരായ നാട്ടുകാരും അതുപോലെ തന്നെ ഭക്തജനങ്ങളും തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം NSS കോളേജിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മ സഹയാത്രികൻ ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിക്കും. 9 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ കണ്ടിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എഴുത്തുകാരുടെ സംഗമവും സഹയാത്രികരും എന്ന പേരിലാണ് ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. 9 രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് പരിപാടി. ഒറ്റപ്പാലം കോളേജിൽ 1968 മുതൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ചേരുന്ന കൂട്ടായ്മയാണ് സഹയാത്രികർ. കലാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ പ്രായലിംഗ വീക്ഷണ വിശ്വാസഭേദമില്ലാത്ത ആളുകളുടെ പാരസ്പര്യം മാത്രമാണ് സഹയാത്രികരെ ഒന്നിച്ചു നിർത്തുന്നത്. വർഷത്തിലൊരിക്കൽ ഒത്തുചേരുന്ന കൂട്ടായ്മ 2 വർഷം മുമ്പാണ് സഹയാത്രികർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. കലാലയത്തിൽ പഠിച്ചുപോയവർക്കും പഠിപ്പിച്ചവർക്കും ഒത്തുചേരാനുള്ള വേദിയൊരുക്കുക എന്നതാണ് സംഗമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 68 മുതൽ നാളിതുവരെ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 50-ലേറെ വിദ്യാർത്ഥികളെയും 10ഓളം അധ്യാപകരെയും കണ്ടെത്തിയിട്ടുണ്ട്. അവരെ പങ്കെടുപ്പിച്ച് അവരുടെ കൃതികൾ പ്രദർശിപ്പിക്കും. ഒറ്റപ്പാലത്ത് പ്രകാശനം ചെയ്യാത്ത കൃതികൾ സംഗമത്തിൽ പ്രകാശനം ചെയ്യും. പരമാവധി കൃതികൾ ശേഖരിക്കുകയും അവ പിന്നീട് ഒറ്റപ്പാലം NSS കോളേജ് ലൈബ്രറിയിലേക്ക് സംഭാവന നൽകാനുമാണ് തീരുമാനം. ആഭിമുഖ്യത്തിലാണ് ഈ വരുന്ന 9-ാം തീയതി ഒറ്റപ്പാലം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പുസ്തക രചയിതാക്കളുടെയും ആസ്വാദകരുടെയും ഈ സംഗമം നടക്കുന്നു. ഇത് ഒറ്റപ്പാലം കോളേജിൽ നിന്ന് ജന്മമെടുത്ത ഒരു കൂട്ടായ്മയാണ്. അതിന് നേതൃത്വം, അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി പ്രവർത്തിക്കുന്ന ഒറ്റപ്പാലം കോളേജിലെ ദീർഘകാലം അധ്യാപകനായിരുന്ന, കുട്ടികൾക്ക് പ്രിയപ്പെട്ടവരായിരുന്ന ശ്രീ ഗോവിന്ദൻകുട്ടി സാറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് അത് വിപുലീകരിച്ച് ഒറ്റപ്പാലത്തിൻ്റെ കൂട്ടായ്മയായിട്ട് ഇപ്പോൾ പരിണമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒറ്റപ്പാലം കോളേജിൽ പ്രധാനമായിട്ടും ഒറ്റപ്പാലത്ത് പൊതുവായിട്ടും പുസ്തകങ്ങൾ എഴുതുന്ന ആളുകളെ ഒറ്റപ്പാലത്തുകാരുടെ മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കർത്ത, K രാമദാസ്, ശ്രീജ പ്രകാശ്, TP പ്രദീപ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഷൊർണൂർ ആറാണിയിൽ. ഒറ്റപ്പാലത്തെ പ്രീ പ്രൈമറി അധ്യാപകരുടെ ജില്ലാ കലോത്സവം.
രാഗമാലിക സംഘടിപ്പിച്ചത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷൻ. കേരളത്തിൽ ബ്ലേഡ് മാഫിയ വീണ്ടും പിടിമുറുക്കുകയാണെന്ന് ജനകീയ ഐക്യവേദി. ഏറ്റവും കൂടുതൽ ഇരകൾ പാലക്കാട് ജില്ലയിൽ. പാലക്കാട്ട് ജനകീയ ഐക്യവേദി കൺവെൻഷൻ. കൊള്ളപ്പലിശ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ നടപടി വേണമെന്ന് സംഘടനാ ഭാരവാഹികൾ. പട്ടാമ്പി നേർച്ചയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ. നഗരത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ. ഞായറാഴ്ച പട്ടാമ്പിയിൽ ഗതാഗത നിയന്ത്രണം. നഗരപ്രദേശം CCTV നിരീക്ഷണത്തിൽ. വിവിധ ഉപകമ്മിറ്റികളുടെ ആഘോഷ പരിപാടികൾ തുടങ്ങി. വണ്ടൂർ പുല്ലാണ്ടിക്കുളം നവീകരിക്കും. കുളം നവീകരണത്തിന് സംസ്ഥാന ബഡ്ജറ്റിൽ 1 കോടി. സഫലമാകുന്നത് അരനൂറ്റാണ്ടായുള്ള ആവശ്യം. ആഹ്ലാദം പങ്കുവച്ച് കർഷകരും നാട്ടുകാരും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.